ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഐതിഹ്യങ്ങളിൽ മാത്രമല്ല പുരാണങ്ങളിലും പ്രതിപാദിക്കപ്പെടുന്ന അമ്പലമാണ് ഗുരുവായൂർ അമ്പലം. തക്ഷകദംശനമേറ്റ് പിതാവായ പരീക്ഷിത് മരണപ്പെട്ടതിനാൽ കോപാകുലനായ ജനമേജയൻ സർപ്പസത്രത്തിലൂടെ നിരവധി സർപ്പങ്ങളെ കൊന്നൊടുക്കി. ഒടുവിൽ സർപ്പശാപത്താൽ കുഷ്ഠരോഗബാധിതനായി തീർന്ന ജനമേജയൻ ദുഃഖിതനായി കഴിയവേ ദത്താത്രേയ മുനി പ്രത്യക്ഷപ്പെടുകയും ഗുരുവായൂരിൽ ഭജനമിരിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. അതുപ്രകാരം ഗുരുവായൂരിൽ ഭജനമിരുന്ന് ജനമേജയൻ തൻ്റെ അസുഖം മാറ്റി എന്നാണ് കഥ. ഈ മഹാക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ മഹോത്സവം ഇന്ന് ആറാട്ടോടെ അവസാനിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന എന്നത് പ്രാർത്ഥിക്കുന്നവനും അത് കേൾക്കുന്നവനും മോക്ഷം നൽകുന്നതാണ്. കേൾക്കാം ഭക്തിസാന്ദ്രമായ സന്ധ്യാനാമം. നാമസങ്കീർത്തനം 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 യസ്യ സർവപാപപ്രണാശനം പ്രണാമോ പ്രണാമോ ദുഃഖശമനഃ തം നമാമി തം നമാമി ഹരിം പരം. ഹരിമണ തുമി ഗോവിന്ദമണ തുമി ഗോപാലമണ തുമി നാരായണ. 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 ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഹരി കുഞ്ചവിഹാര ഗോവിന്ദ ഘോരസചോര ഗോവിന്ദ. കുഞ്ചവിഹാര ഗോവിന്ദ ഘോരസചോര ഗോവിന്ദ. ഗോപികാ ഹൃദയ നന്ദകിശോര പീതാംബരധര ഗോവിന്ദ. ഗോപികാ ഹൃദയ നന്ദകിശോര പീതാംബരധര ഗോവിന്ദ. ഹരിമണ തുമി ഗോവിന്ദമണ തുമി ഗോപാലമണ തുമി നാരായണ. ഹരിമണ തുമി ഗോവിന്ദമണ തുമി ഗോപാലമണ തുമി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഗോവിന്ദ ഗോപാല ഹരി നാരായണ. ഹരി ഹരി
ഐതിഹ്യങ്ങളാൽ സമ്പന്നമായ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആറാട്ടുമായി ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളുണ്ട്. ദരിദ്രനും അധസ്ഥിതനുമായ ഭക്തനോട് ഗുരുവായൂരപ്പൻ കാണിച്ച കാരുണ്യത്തിന്റെ കഥ നമ്മുടെ കണ്ണ് നനയിക്കും. കിട്ടയുടെ ഇളനീരിന്റെ കഥയാണ് ഇന്നത്തെ കഥയമാമയിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ആറാട്ടാണ്. സഹസ്രകലശം കഴിഞ്ഞു. 10 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ചടങ്ങുകൾക്ക് ഇന്നേ ദിവസം ഒരു പരിസമാപ്തി കുറിക്കുകയാണ്. ഇനി വീണ്ടും ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പാണ് ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന്. ഗുരുവായൂരപ്പൻ നിത്യോത്സവമുള്ള ആളാണ്. എല്ലാ ദിവസവും ഗുരുവായൂർ ഉത്സവം തന്നെയാണ്. എങ്കിലും വിദ്യാവണ്ണമുള്ള ഭഗവാന്റെ കൊടിയേറ്റ് ഉത്സവത്തിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന് രുദ്രതീർത്ഥക്കുളത്തിൽ. ഏതാണ്ട് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗുരുവായൂർ ഭഗവാന്റെ ആറാട്ട് ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. പല ആളുകൾക്കും ഗുരുവായൂരിൽ നിന്ന് നേരിട്ട് പോകാൻ സാധിച്ചോളണമെന്നില്ല. തിരക്കാണ്, നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ആറാട്ടിനെ കുറിച്ച് ഇന്നത്തെ ദിവസം അല്പസമയം ചിന്തിക്കാം. ഒപ്പം തന്നെ ഈ ആറാട്ട് ദിവസം നമ്മൾ സ്മരിക്കേണ്ട മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കിട്ട എന്നാണ്. ആ ഗുരുവായൂരപ്പനെയും കിട്ടയെയും സംബന്ധിച്ചിട്ടുള്ള ഒരു കഥ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആറാട്ടും കിട്ടയുടെ ഇളനീരും എന്നുള്ള ഒരു കഥയാണ് ഇന്നേ ദിവസം എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. ഈ കഥ ആദ്യം ഒന്ന് പറയുന്നതിന് മുമ്പായിട്ട് പല ആളുകളും നമ്മുടെ സനാതനധർമ്മത്തെ, ഹിന്ദു മതത്തെയൊക്കെ തന്നെ വേർതിരിച്ച് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ജാതി. ഗുരുവായൂരപ്പൻ ഇന്ന ജാതിക്കാരുടെ മാത്രമല്ലേ, ഗുരുവായൂരപ്പന് മേൽജാതിയിൽപ്പെട്ട ആളുകളോട് മാത്രമാണല്ലോ വാത്സല്യമുള്ളൂ എന്നൊക്കെ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്. അവരൊക്കെ തന്നെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കേണ്ട ഒരു കഥയാണ് ഗുരുവായൂരപ്പൻ്റെ ആറാട്ടിൻ്റെയും കിട്ടയുടെ ഇളനീരിൻ്റെയും കഥ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഭഗവാൻ ഒരു തരത്തിലുള്ള വലിപ്പ ചെറുപ്പവും ഇല്ല. എല്ലാവരിലും ഭഗവാൻ ഭഗവാനെ തന്നെയാണ് കാണുന്നത്. ഭഗവാന്റെ അംശമാണ് നമ്മളെല്ലാവരും. അതിലൊരു തരത്തിലുള്ള ജാതിക്കൊന്നും ഒരു സ്ഥാനമില്ല. അത് കൃത്യമായിട്ട് ഭഗവാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ലീലയാണ് ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു കഥ നമ്മൾ ഇന്നിവിടെ അനുസ്മരിക്കാൻ പോകുന്നത്. ഏതായാലും ഈ കഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിൽ ഇത്രയൊന്നും വരുമാനമൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെല്ലാവരും തന്നെ വരുമാനത്തിനായിട്ട് ചെയ്തിരുന്നൊരു രീതി എന്ന് പറയുന്നത് സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും വിശേഷ അവസരങ്ങളുണ്ടെങ്കിൽ പാചകം ചെയ്യാൻ പോവുക, ദേഹണ്ണത്തിന് പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കീശാന്തികളൊക്കെ കൂടെ ചേർന്ന് ഒരിക്കൽ ഒരു ഇല്ലത്ത് ദേഹണ്ണത്തിന് പോയി എന്നാണ്. പക്ഷേ അവർ വിചാരിക്കാത്ത അത്രയും തിരക്കും അവരെ കൊണ്ട് സാധിക്കാത്ത തരത്തിലുള്ള ജോലിയും അവിടെ വന്നു എന്നാണ്. അവർക്ക് പോലും തോന്നിയതാണ് ഇത് അവരെ കൊണ്ട് സാധിക്കില്ല, അവരുടെ മാനം അവിടെ വെച്ച് നഷ്ടപ്പെടൂ എന്ന് പോലും അവർക്ക് തോന്നി. കാരണം ഏറ്റെടുക്കുകയും ചെയ്തു, ഇത് പൂർത്തിയാക്കാനും സാധിക്കില്ല. ആ സമയത്ത് അവർ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നും ഗുരുവായൂരപ്പൻ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ വേഷത്തിൽ അവിടെ ചെന്ന് ഈ പറഞ്ഞ ജോലിയൊക്കെ തന്നെ വളരെ നിഷ്പ്രയാസം ഭഗവാൻ ചെയ്തു തീർത്തു എന്നുമാണ് കഥ. അങ്ങനെ ഭഗവാൻ തൻ്റെ കീശാന്തികളെ സഹായിച്ചതായിട്ടൊരു കഥയുണ്ട്. അങ്ങനെ ഈ പാചകമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് ശ്രീകോവിലേക്ക് അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന് കലശലായിട്ടുള്ള ദാഹം അനുഭവപ്പെട്ടു എന്നാണ്. അപ്പോൾ ഭഗവാൻ ഒരു ഉണ്ണി നമ്പൂതിരിയായിട്ട് ഇങ്ങനെ സഞ്ചരിക്കണു, ഭഗവാൻ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ കണ്ടത് അവിടെ തൊട്ടടുത്തുള്ളൊരു വീട്, തമ്പുരാൻ പടിക്കൽ കിട്ട എന്നാണ് ആ വീട്ടിലുള്ള ഉടമസ്ഥൻ്റെ പേര്. അദ്ദേഹം ഒരു തെങ്ങ് കയറ്റ ജോലി ചെയ്യുന്ന ആളാണ്, ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം അദ്ദേഹം അവിടെ നിന്ന് തെങ്ങ് കയറാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ തളപ്പൊക്കെ പിടിച്ചുകൊണ്ട്. അപ്പം ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കാണുന്ന സമയത്ത് ഒരു നമ്പൂരി അദ്ദേഹം വന്ന് ഈ കിട്ടയോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഇളനീര് ഇട്ട് തരും, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, ഒരു ഇളനീര് കിട്ടിയാൽ കുറച്ച് ദാഹമൊക്കെ മാറ്റി ഗുരുവായൂർക്ക് പോകായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ്. ആ ബ്രാഹ്മണനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു വാത്സല്യം തോന്നിയ കിട്ട അങ്ങ് ഇപ്പം തന്നെ കാത്തിരിക്കും, ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവന്നേരാന്ന് പറഞ്ഞ് അപ്പം തന്നെ അതിൻ്റെ മുകളിലേക്കൊക്കെ കയറി വളരെ രുചികരമായിട്ടുള്ള ഇളനീരുകളൊക്കെ വെട്ടി അത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ വെട്ടി ഭഗവാന് കൊടുത്തു എന്നാണ്. അതിൽ 1-2 ഇളനീരൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ അവിടെ വെച്ച് തന്നെ കുടിച്ചു. ബാക്കി ഇളനീര് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ട. അപ്പോൾ ഭഗവാൻ അത് നോക്കിയിട്ട് കിട്ടയോട് പറഞ്ഞു, അത്ര ഇനിയും കുടിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആറാട്ട് വൈകും, അതുകൊണ്ട് ബാക്കിയുള്ള ഇളനീര് ഗുരുവായൂർ ആറാട്ട് കടവിലേക്ക് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭഗവാൻ പോയി എന്നാണ്. അതേസമയം ഭഗവാൻ മേൽശാന്തിക്കും തന്ത്രിക്കും സ്വപ്നത്തിൽ ദർശനം കൊടുത്തു എന്നാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള കിട്ട എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഈഴവ യുവാവ് എനിക്കായിട്ട് ഇളനീര് കൊണ്ടുവരുന്നുണ്ട്, ആ ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യാതെ ഒരാറാട്ടിന് ഞാൻ തയ്യാറല്ല, അതായിരിക്കണം ആദ്യം ആറാട്ട് സമയത്ത് എനിക്ക് അഭിഷേകം ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം കൊടുത്തു എന്നാണ്. അന്ന് തൊട്ട് ഇന്നും
ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് നടക്കുന്ന സമയത്ത് ഇളനീരിൻ്റെ അഭിഷേകം പല ഭക്തജനങ്ങളും ഇളനീര് സമർപ്പിക്കാറുണ്ടെങ്കിലും ആദ്യത്തെ ഇളനീര് കൊടുക്കാനുള്ള അവകാശം ഇപ്പോഴും ഈ പറഞ്ഞ കുടുംബത്തിനാണ്. ഭഗവാൻ ഇളനീര് വെട്ടിക്കുടിച്ച അല്ലെങ്കിൽ ഭഗവാൻ ഇളനീര് കൊടുത്ത തമ്പുരാൻ പടിക്കൽ കിട്ട എന്ന് പറയുന്ന ഈഴവ കുടുംബത്തിനാണ് ആ അവകാശം ഉള്ളത്. അവരുടെ കയ്യിൽ നിന്ന് ഇളനീര് വാങ്ങിയിട്ടേ ഭഗവാൻ ആറാട്ടിന് പുറപ്പെടുള്ളൂ എന്നാണ്. ഇപ്പോഴും ഗുരുവായൂർ ദേവസ്വം വളരെയധികം ശ്രമഫലമായിട്ട് അവരുടെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് കിട്ടയുടെ കുടുംബത്തെ ആനയിച്ചാണ് കൊണ്ടുവരിക. വളരെയധികം വാദ്യമേളങ്ങളുടെയൊക്കെ ഘോഷത്തോടു കൂടി ബഹുമാനപൂർവ്വം അവരെ ആനയിച്ച് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് ഇളനീര് വാങ്ങുന്ന ചടങ്ങ് ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ വലിപ്പച്ചെറുപ്പമില്ലായ്മ അല്ലെങ്കിൽ ഭഗവാന്റെ സമത്വബോധം, എല്ലാവരും എൻ്റെ ഭക്തരാണ്, എല്ലാവർക്കും എന്നിൽ അവകാശമുണ്ട് എന്നുള്ള ഭഗവാന്റെ ആ വലിയ സിദ്ധാന്തം ഇന്നേ ദിവസം ഭഗവാൻ കിട്ടയുടെ ഇളനീര് കൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ്. ഈ ആറാട്ട് നടക്കുന്ന സമയത്ത് കിട്ടയുടെ ഇളനീര് ഗുരുവായൂരപ്പൻ്റെ ആ ദിവ്യദേഹത്തോട് അഭിഷേകം ചെയ്യുന്ന സമയത്ത്, നമ്മളത് സ്മരിക്കുന്ന സമയത്ത് നമുക്കും ആത്യന്തികമായിട്ടുണ്ടാവേണ്ട ചിന്ത എന്താണ്? നമ്മളിൽ ഭഗവാൻ ഒരു തരത്തിലുള്ള വലിപ്പച്ചെറുപ്പമില്ല. നമുക്ക് പലർക്കും തോന്നലാണ്, എന്നെ ഭഗവാൻ ഇഷ്ടമുണ്ടാവുമോ, ഞാൻ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതൊക്കെ ഭഗവാൻ കാണുന്നുണ്ടാവില്ലേ, എന്നോട് ഭഗവാൻ അപ്രിയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ചിന്തകൾക്കൊന്നും ഒരു സ്ഥാനമില്ല. നമ്മളെല്ലാവരെയും ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളാണ് ഗുരുവായൂരപ്പൻ. അതിന് ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഒന്നിൻ്റെയും തന്നെ ഒരു കെട്ടുപാടുകൾ അതിന് ബാധകമല്ല. ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിക്കുന്ന ആർക്കും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിന് ജാതി ഒരു തടസ്സവും അല്ല. ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് നിങ്ങൾ ഈ ഗുരുവായൂരപ്പൻ്റെ കിട്ടയുടെ കഥ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. കാരണം ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഇളനീരിന് വേണ്ടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ കാത്തു നിൽക്കുന്നു ആറാട്ട് ദിവസം എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ എന്തിനാണ് ഈ ജാതിയുടെയൊക്കെ മതിൽക്കെട്ടുകൾ നമ്മൾ തീർത്തു കൊടുക്കുന്നത്? അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കും നമ്മുടെ മനസ്സാകുന്ന ഇളനീരുകൊണ്ട് ഇന്നേ ദിവസം ആ രുദ്രതീർത്ഥത്തിൽ ഭഗവാൻ ആറാടുന്ന സമയത്ത് ഭഗവാന് അഭിഷേകം ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഇന്ന് അവസാനിക്കുകയാണ്. അടുത്ത വർഷത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാനും ഈ കെട്ടയുടെ ഇളനീരിൻ്റെ ഘോഷയാത്ര കാണാനും ആ ഇളനീരിൻ്റെ അഭിഷേകം കാണാനും അവസാനം ഭഗവാന്റെ ആ മഞ്ഞൾ നീരാട്ട് കാണാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ആറാട്ടിൻ്റെ പുണ്യം ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. വിവിധ രൂപഭാവങ്ങളിൽ ഗണപതിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ സ്ത്രീ രൂപത്തിലുള്ള ഗണപതിയെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്തരത്തിലൊരു പ്രതിഷ്ഠ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൾ ക്ഷേത്രത്തിലുണ്ട്. ആനയുടെ മുഖവും സ്ത്രീ ശരീരവുമുള്ള വിനായകി, ഗജാനന, വിഘ്നേശ്വരി, ഗണേശിനി എന്നെല്ലാം ഈ രൂപത്തെ വിളിക്കാറുണ്ട്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. എറണാകുളം ജില്ലയിൽ കൊച്ചി കോർപ്പറേഷന്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വെണ്ണല ദേശം. ഇവിടെയാണ് 2000 വർഷത്തിലേറെ പഴക്കമുള്ള തൈക്കാട്ടപ്പന്റെ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമോ ഭൂതനാഥം നമോ ദേവദേവം നമഃ കാലകാലം നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. കേരളത്തിലെ അതിപ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ശിലാലിഖിതങ്ങൾ ഇതിന്റെ കാലപ്പഴക്കത്തിന് സാക്ഷി നിൽക്കുന്നു. ഈ പ്രദേശം തന്നെ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ്. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ കഴിഞ്ഞുകൂടിയത് ഇടിമ്പവനത്തിലും പരിസരങ്ങളിലുമായിരുന്നുവെന്നും തൃപ്പൂണിത്തുറയ്ക്ക് സമീപമുള്ള ഇരുമ്പനം അതിപ്രാചീന കാലത്ത് ഹിഡിംബവനമായിരുന്നുവെന്നും ആ നാമധേയത്തിന്റെ രൂപമാറ്റമാണ് ഇരുമ്പനം എന്ന പേരിൽ എത്തിച്ചേർന്നതെന്നും ഉള്ള വിശ്വാസം നിലവിലുണ്ട്. സദാ തീർത്ഥസിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം സദാ ശുദ്ധഭസ്മം സദാ. വെണ്ണല എന്ന സ്ഥലത്തിന് ആ പേര് വന്നതിനെപ്പറ്റി നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ഇന്നും ഈ പ്രദേശത്ത് കാണുന്ന വെളുത്ത മണൽ ഒരു കാലത്ത് കൂനയായി അഥവാ വെളുത്ത മലയായി ഇവിടെ കാണപ്പെട്ടിരുന്നതിനാൽ വെൺമല എന്നും
ക്രമേണ വെണ്ണല എന്ന് പേര് വന്നുവെന്നാണ് ഒരു വിശ്വാസം. വെണ്ണിലച്ചെടി ധാരാളമുള്ള പ്രദേശമായതിനാൽ വെണ്ണില എന്ന പേര് വെണ്ണലയായി പരിണമിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം. ഇതിന് സമീപമായിരുന്നു അരക്കില്ലമെന്നും അത് കത്തിയ വേളയിൽ അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണ ഉരുകി അലയടിച്ചൊഴുകിയതിനാൽ വെണ്ണല എന്ന പേര് വന്നു എന്നും വിശ്വസിക്കുന്നവരുണ്ട്. വെടിയൂർ മഠം വിഷ്ണുവിന് വെണ്ണ നിവേദിച്ച ഇലകൾ നിക്ഷേപിച്ച് വെണ്ണ പുരണ്ട ഇല മല പോലെ കൂടിക്കിടന്ന സ്ഥലം എന്ന നിലയിൽ വെണ്ണ ഇല വെണ്ണിലയായി പരിണമിച്ചു എന്നാണ് മറ്റൊരു കൂട്ടരുടെ വിശ്വാസം. സ്ഥലനാമ കഥ എന്തുതന്നെയായാലും ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥയ്ക്ക് മഹാഭാരതവുമായി ബന്ധമുണ്ട്. വനവാസകാലത്ത് പാശുപതാസ്ത്രത്തിനു വേണ്ടി അർജുനൻ ഇതിന് സമീപമാണ് തപസ് ചെയ്തിരുന്നത്. അർജുനനെ പരീക്ഷിക്കാനായി ശിവപാർവതിമാർ കിരാതരൂപം പൂണ്ട് ഇവിടെ എത്തി. അർജുനനും കിരാതനും ഒരേ സമയം ഒരു വരാഹത്തെ എയ്തു വീഴ്ത്തുകയും അതിന്റെ പേരിൽ ഇരുവരും ഘോരമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഒടുവിൽ കിരാതൻ ശിവഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ് അർജുനൻ മാപ്പപേക്ഷിക്കുകയും അദ്ദേഹത്തെ പൂജിച്ച് തൃപ്തനാക്കുകയും ചെയ്തു. അഹങ്കാരനാശനം സംഭവിച്ച അർജുനന് ഭഗവാൻ പാശുപതാസ്ത്രം സമ്മാനിച്ചു. അതിനുശേഷം ഭഗവാൻ സംപ്രീതനായി വിശ്രമിച്ച സ്ഥലമാണ് തൈക്കാട് ക്ഷേത്രത്തിന്റെ സ്ഥാനമായി മാറിയത്. അതുകൊണ്ട് തന്നെ ശാന്തമായ കിരാതമൂർത്തിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് പിൻഭാഗത്തായി പാർവതി നടയുമുണ്ട്. ഇരുജടയ്ക്കുള്ളിൽ നിറഗംഗയല്ലേ, തിലകമോ തിങ്കൾ കിരണങ്ങളല്ലേ. ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. വിഷ്ണു, ദുർഗ, ഗണപതി, മുരുകൻ, ശാസ്താവ്, ഹനുമാൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിങ്ങനെ നിരവധി ഉപദേവത പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാണാം. ഇവിടുത്തെ മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്ക് മുഖ്യപ്രതിഷ്ഠയോളം പ്രാധാന്യമുണ്ട്. പൂർണ്ണത്രയീശന്റെ നേരിട്ടുള്ള അവതാരമാണ് ഇവിടെ കുടികൊള്ളുന്ന വിഷ്ണു. ഈ ക്ഷേത്രത്തിന് ഒരു സമ്പൂർണ്ണ ക്ഷേത്രവും കൂടിയാണിത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ശിവന്റെ കുടുംബം പാർവതിയുണ്ട്, ഗണപതിയുണ്ട്, മുരുകനുണ്ട്, നവഗ്രഹങ്ങളുണ്ട്, ഹനുമാനുണ്ട്, എല്ലാ പ്രതിഷ്ഠകളും കൂടിയുണ്ട്. പഞ്ചാക്ഷരീ നാമ പൊരുളായി വിളങ്ങും പൂർണ്ണത്രയീശ്വരന്റെ നിത്യസന്ദർശകയായിരുന്ന ഒരു ഭക്ത വാർദ്ധക്യകാലത്ത് തൃപ്പൂണിത്തുറ വരെ എത്തിച്ചേരാനുള്ള ആരോഗ്യമില്ലാത്തതിനാൽ ഏറെ വിഷമിച്ചു. തന്റെ ഭക്തയുടെ പ്രാർത്ഥന കേട്ട പൂർണ്ണത്രയീശൻ തന്റെ ഭക്തയ്ക്കായി ഈ ക്ഷേത്രസന്നിധിയിൽ വന്നു കുടികൊണ്ടു എന്നാണ് വിശ്വാസം. ശംഭോ മഹാദേവ ശിവശങ്കര പാഹി ഗംഗാധര. കൃഷ്ണശിലകളാലും തേക്കിൻ തടികളാലും ചെമ്പുപാളികളാലും തികച്ചും കേരളീയ വാസ്തുസങ്കേതമനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. ഏതാണ്ട് എല്ലാ ദേവതമാരുടെയും സാന്നിധ്യമുള്ളതിനാൽ ഇവിടം ഒരു പൂർണ്ണക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. സന്താനലാഭത്തിനായി പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു പുണ്യസങ്കേതം കൂടിയാണിവിടം. സന്താനങ്ങളില്ലാതിരുന്ന വൃദ്ധദമ്പതികൾ ഇവിടെ പ്രാർത്ഥിച്ച് സന്താനഭാഗ്യം നേടിയ അത്ഭുത കഥ ഇവിടുത്തുകാരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അമൃതകലാധര ശംഭോ ഇന്ദ്രനുശാപമോ. പാശുപതത്രയംബക പുഷ്പാഞ്ജലി ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. 7 ദിവസം തുടർച്ചയായി ഇത് ചെയ്താൽ ഉദ്ദേശിക്കുന്നതെന്തും സാധിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ അർജുനന് പാശുപതാസ്ത്രം ഉപദേശിച്ച ശേഷം വന്നിരുന്ന ശിവനാണത്രേ എന്നുള്ള സങ്കല്പമാണ് വരിക. അപ്പം ആയതിനാൽ പാശുപതാസ്ത്ര ത്രയംബക പുഷ്പാഞ്ജലിയാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നടത്തിവരാറ് പതിവ്. അപ്പം അത് തുടർച്ചയായി 7 ദിനങ്ങളിൽ നടത്തുക എന്നുള്ളതാണ്. അപ്പം അത് മുഖാന്തരം ഭക്തർക്ക് പല അഭിഷ്ടങ്ങളും നമുക്ക് കൈവരാറുണ്ട്. ഭക്തവത്സലനും അഭീഷ്ടവരദായകനുമാണ് സ്വയംഭൂവായ തൈക്കാട്ടപ്പൻ. അദ്ദേഹം വെണ്ണല ദേശത്തിന്റെ ദേവനാണ്. അമൃതകലാധര ശംഭോ. വെണ്ണല ക്ഷേത്രത്തിന്റെ ഐതിഹ്യ പെരുമയ്ക്കൊരു ഉദാഹരണം കൂടിയുണ്ട്. അത് പെരുന്തച്ചന്റെ കഥയുമായി ബന്ധപ്പെട്ടതാണ്. പണ്ടുകാലത്ത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുഭാഗം വിശാലമായ പാടങ്ങളായിരുന്നു. അവിടെ നിന്ന് വീശുന്ന കാറ്റ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ദീപസ്തംഭത്തിൽ കൊളുത്തുന്ന നാളത്തെ കത്താൻ അനുവദിച്ചിരുന്നില്ല. ഒരിക്കൽ തന്റെ യാത്രക്കിടയിൽ ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ആൽത്തറയിൽ വിശ്രമിക്കുകയായിരുന്നു പെരുന്തച്ചൻ. ദീപസ്തംഭത്തിൽ ദീപം തെളിയിക്കാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ താമസിച്ചില്ല. കാറ്റിന്റെ ദിശ കൃത്യമായി കണക്കാക്കി ദീപസ്തംഭത്തിന്റെ പടിഞ്ഞാറേ മൂലയ്ക്ക് ഒരു ശിലാഫലകം സ്ഥാപിച്ചു.
അതോടെ സ്തംഭത്തിൽ തടസ്സമില്ലാതെ നാളം തെളിഞ്ഞു തുടങ്ങി. അതിപ്രാചീന കാലത്ത് പ്രൗഢമായൊരു ചരിത്രമുണ്ടെങ്കിലും കാലക്രമത്തിൽ ക്ഷേത്രം ജീർണതയിലേക്ക് പോയി. പിന്നീട് ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുകയാണ് ഉണ്ടായത്. തൈക്കാട് ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ക്ഷേത്രം ഗതകാല പ്രൗഢി വീണ്ടെടുക്കുകയും അനുദിനം പുരോഗതി പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം എല്ലാ തരത്തിലുള്ള ക്ഷേത്ര ആചാരങ്ങളോടും ക്ഷേത്രകലകളോടും എല്ലാം പൂർണ്ണത പുലർത്തിക്കൊണ്ട് വാസ്തുശില്പപ്രകാരമാണ് ഇത് പുനർനിർമ്മിച്ചത്. ഇന്നിപ്പോൾ ഈ ക്ഷേത്രം കേരളത്തിലെ തന്നെ മഹാക്ഷേത്രങ്ങളിലൊന്നായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് 8 ദിവസത്തെ ഉത്സവമാണിവിടെ. മീനമാസത്തിലെ പുണർദം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാ വാർഷികം ആഘോഷിക്കുക. ഇതുകൂടാതെ തിരുവാതിര, മറ്റ് വിശേഷ ദിനങ്ങൾ എന്നിവയെല്ലാം ക്ഷേത്രത്തിൽ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. പ്രാചീനതയുടെയും വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും സമ്പന്നതയുടെ നടുവിൽ നിലനിൽക്കുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന കിരാതരൂപിയായ മഹാദേവൻ ഏവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പുണ്യസങ്കേതത്തിൽ നമുക്കും ഭക്തിയോടെ കൈകൂപ്പാം. മംഗളാഷ്ടകം ഏതദ്വൈ ശംഭോരെ കീർത്തയേ ദിനേ തസ്യ മൃത്യുഭയം നാസ്തി രോഗപീഡാഭയം തഥാ. ഗർഭസ്ഥ ശിശുവായ പ്രഹ്ലാദൻ നാരദരുടെ ജപവും പ്രാർത്ഥനയും കേട്ട് വിഷ്ണു ഭക്തനായി. ഗർഭത്തിലിരിക്കുന്ന അഭിമന്യു ശ്രീകൃഷ്ണന്റെ സംഭാഷണം കേട്ട് ചക്രവ്യൂഹം ഭേദിക്കുന്നതിനുള്ള വിദ്യ പഠിച്ചു. ഗർഭിണികൾ നേരിടുന്ന സാഹചര്യങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ സ്വാധീനിക്കുമെന്ന് തത്വം നാം മനസ്സിലാക്കണം. അതിനാൽ ഗർഭാവസ്ഥയിലും ഓരോ സ്ത്രീയും നല്ലത് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.